1977 ബഹിരാകാശത്തിൻ്റെ അനന്തതയിൽ നിന്ന് വിചിത്രമായൊരു സിഗ്നൽ ശാസ്ത്രജ്ഞരെ ഞെട്ടിച്ചുകൊണ്ട് ലഭിച്ചു. വളരെയധികം നിഗൂഢമായതും അത്ഭുതകരവുമായ ആ സിഗ്നൽ കണ്ട് ഒരു ആസ്ട്രോണമർ ഒറ്റവാക്കിൽ കുറിച്ചുവെച്ചു, വാവ്! ഇതാണ് വാവ് സിഗ്നൽ. ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു ബഹിരാകാശ രഹസ്യം. പക്ഷേ എവിടെ നിന്നാണ് ഇത് വന്നത്? ഇത് ഒരു അന്യഗ്രഹ ജീവിയിൽ നിന്നുള്ള സന്ദേശമായിരിക്കുമോ? 1977 ഓഗസ്റ്റ് 15 ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ആസ്ട്രോണമർ ജെറി എഹ്മാൻ ബിഗ് ഇയർ എന്ന മാസീവ് ടെലസ്കോപ്പ് ഉപയോഗിച്ച് ബഹിരാകാശത്തു നിന്നുള്ള റേഡിയോ തരംഗങ്ങളെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായി 72 സെക്കൻഡ് നീണ്ടുനിന്ന ശക്തിയേറിയ ഒരു റേഡിയോ സിഗ്നൽ ബഹിരാകാശ തരംഗങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു തരംഗം അദ്ദേഹത്തിന് ലഭിച്ചു. എഹ്മാൻ അതിൻ്റെ പ്രിൻ്റ് ചുവന്ന മഷിയിൽ വാവ് എന്നെഴുതി വട്ടം വരച്ചു. പക്ഷേ ഏവരെയും അതിശയിപ്പിച്ച കാര്യം ആ സിഗ്നൽ പിന്നീടൊരിക്കലും ആവർത്തിച്ചില്ല എന്നതാണ്. സയൻറ്റിസ്റ്റുകൾക്ക് ഇന്നും മനസ്സിലായിട്ടില്ല എവിടെ നിന്നാണ് ഈ സിഗ്നൽ വന്നതെന്ന്. പതിറ്റാണ്ടുകളായി അവർ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്യഗ്രഹ ജീവികളിൽ നിന്നുള്ള സന്ദേശമാണോ? മനുഷ്യന് അജ്ഞാതമായ എന്തെങ്കിലും പ്രപഞ്ച പ്രതിഭാസം മൂലമാണോ? അതോ രഹസ്യമായൊരു സൈനിക പ്രക്ഷേപണമാണോ? വർഷങ്ങളോളം ഗവേഷണം നടത്തിയിട്ടും ഇന്നും ഇതിൻ്റെ ഉറവിടം കണ്ടെത്താൻ ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞിട്ടില്ല. ചിലർ വിശ്വസിക്കുന്നത് ഇത് വെറും ഒരു ബഹിരാകാശ തരംഗമാണെന്നാണ്. എന്നാൽ മറ്റു ചിലർ ഇത് വളരെയധികം പുരോഗമിച്ച ബഹിരാകാശ ജീവികളിൽ നിന്നുള്ള സിഗ്നലാണെന്നും വിശ്വസിക്കുന്നുണ്ട്. ഇന്നും ശാസ്ത്രജ്ഞർ മറ്റൊരു വാവ് സിഗ്നൽ കണ്ടെത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ ഒന്നും കണ്ടെത്താനായിട്ടില്ല. ഇത് ആകസ്മികമായി സംഭവിച്ച ഒന്നാണോ? അതോ ഒരു ഏലിയൻ സിവിലൈസേഷനുമായി സംവദിക്കാനുള്ള അവസരം നമ്മൾ നഷ്ടപ്പെടുത്തിയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വാവ് സിഗ്നൽ അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്നുള്ളതിന് തെളിവാണോ? അതോ ബഹിരാകാശത്തെ തെളിയിക്കാനാവാത്ത വെറും നിഗൂഢത മാത്രമാണോ? ഇത്തരം വിചിത്ര കഥകൾ കേൾക്കാൻ മിസ്റ്റിക് മലയാളം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക.